തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സുറസ്നാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴിയെടുത്ത നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ തൻ്റെ ജനത്തെ നയിക്കാൻ അങ്ങൊരുക്കുന്ന സാവകാശത്തിനായ നന്ദിയോട് സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ കൃപയും സാന്നിധ്യത്താൽ കർത്താവെ ഓരോ ശുശ്രൂഷകളും കർത്താവെ തൻ്റെ ജനത്തെ തൻ്റെ വചനത്തിൽ കർത്താവെ കൂടുതലായി കർത്താവെ ഉറപ്പിക്കുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനമായ ദൈവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വ്യത്യസ്തമായ ക്രിയകൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് അങ്ങുമായിട്ട് കൂടുതൽ അടുക്കുവാൻ അത് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങളെ തകർക്കുവാൻ, ഞങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ, ഞങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ വചനമായ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ജനം അങ്ങേതാണ്, അടിയൻ അങ്ങേതാണ്, വചനം അങ്ങേതാണ് കർത്താവ്. വിലയിനാടിയനെ ഞങ്ങളുടെ ശ്രേഷ്ഠ കൃപകളുടെ നിറവിൽ കർത്താവ് പ്രയാസ പ്രതിസന്ധികളെ അനുഗ്രഹപൂർണ്ണമായി തൻ്റെ ജനത്തെ വചനത്തിൽ ഉറപ്പിക്കുവാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശബ്ദത്തോടുകൊണ്ട്, വാക്കുകളോട്, വചസ്സുകളോട്, കണ്ടത്തോടുകൊണ്ടുണ്ടായ കർത്താവ് നിൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ കൂടെ ഇരുന്ന് വഴി നടത്തുന്നത് യേശു നാശിക്കുന്നു. പിതാവോ കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ ഒരു പ്രാവശ്യം കൂടെ ഈ സാഹചര്യം ദൈവം ഒരുക്കിയ നന്മകൾക്കായി നമ്മൾ സ്തോത്രം ചെയ്യുക. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതയാത്രകളിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളെ പറ്റി ഓർത്ത് ചിലപ്പോൾ ദുഃഖിക്കാറുണ്ട്. എന്തുകൊണ്ട് ആണ് ദൈവം മൗനമായിരിക്കുന്നതെന്നും, എന്തുകൊണ്ട് കാലങ്ങളായി നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊരു മറുപടി കിട്ടാത്ത അവസ്ഥകളും നമ്മൾ ദേവാലയങ്ങളിൽ കടന്നുപോയി പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റ് പ്രാർത്ഥനാ കൂട്ടങ്ങളോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ശുശ്രൂഷകളിലൊക്കെ ചിലപ്പോൾ നാം സംബന്ധിക്കുന്നവരായിരിക്കും. പക്ഷേ അത് നാം ഒരു പ്രതിസന്ധിയിലായിത്തീരുമ്പോൾ, അത് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ അതിന് ഉത്തരം കിട്ടാത്ത അവസ്ഥകൾ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങൾ കേൾക്കുവാൻ ഇടയാകും. അതോടൊപ്പം നാം കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം ചിന്തിക്കും നാം ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്നവരാണെന്ന്, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ചിന്തയിൽ നാം ജീവിക്കുമ്പോഴും അവിടെയൊക്കെ ഇപ്രകാരം സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ എന്തുകൊണ്ട്, എന്തിനെന്നുള്ള ചോദ്യം നമ്മുടെ ചിന്തകളിൽ മാത്രമല്ല, നമ്മെ അറിയുന്ന ചിലപ്പോൾ ബന്ധുമിത്രാദികളുടെ ജീവിതത്തിലും അവർ ചോദിച്ചില്ലെങ്കിലും അവരുടെ ചില പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് പ്രത്യേകിച്ചും ലോകം കടന്നു വന്ന ഈ കാലയളവിൽ അനേകമായ പ്രയാസ പ്രതിസന്ധി മേഖലകളുടെ മധ്യത്തിലാണ് ഇന്ന് അനേകർ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണെങ്കിൽ കടന്നു പോകുന്ന ജനങ്ങൾ ഓരോ ദിവസവും പലവിധ മാനസിക സംഘർഷങ്ങളുടെ മധ്യത്തിലാണ് കടന്നു പോകുന്നത്. അതോടനുബന്ധിച്ച് നാട്ടിലുള്ള അവരുടെ ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളും അപ്രകാരമുള്ള സംഘർഷങ്ങളിലാണ് കടന്നു പോകുന്നത്. എന്ത് ഭവിക്കും, എന്ത് സാഹചര്യമാണെന്നൊന്നും ഒരു അനിശ്ചിതത്തിൻ്റെ മധ്യത്തിലാണ്. ഈ അനിശ്ചിതത്തിൻ്റെ മധ്യത്തിൽ പലപ്പോഴും നാം മനസ്സിലാക്കാതെ പോകുന്നത്, നമ്മെ സൂക്ഷ്മമായി നോക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അറിയുന്ന കർത്താവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനെന്ന് മാത്രമല്ല, നമ്മുടെ പ്രതിസന്ധികളെ വിടുവിക്കത്തക്കോണം കടന്നു വരുവാൻ ശക്തനാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വർഷങ്ങളായി നമുക്ക് ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങൾ കാണും. നാം ചിലപ്പോൾ അത് പ്രാർത്ഥിക്കുവാൻ പോലും മറന്നുപോകുന്ന അവസ്ഥകളായി മാറും. കാരണം അതിനൊരു ഉത്തരം കിട്ടാത്തപ്പോൾ ദൈവസന്നിധിയിൽ അത് സമർപ്പിക്കുവാൻ നാം വിമുക്തരായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, എത്ര വർഷങ്ങളായാലും എത്ര കാലങ്ങളായാലും നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മെ സ്നേഹിക്കുന്നത്, നമ്മെ അറിയുന്ന ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കി തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്. ഇന്ന് അല്പസമയം നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പലവട്ടം നാം പല ശുശ്രൂഷകളിലും കൺവെൻഷൻ പ്രസംഗങ്ങളൊക്കെ കേട്ടിരിക്കുന്നതായിരിക്കും. എങ്കിലും നിങ്ങളോടൊപ്പം അത് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ അതിൽ കൂടെ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നെന്ന് നാം മനസ്സിലാക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 13:12 ഇപ്രകാരമാണ് പറയുന്നത്: യേശു അവളെ കണ്ട് അടുക്കിലേക്ക് വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു.
ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ 10ഉം 11ഉം വായിക്കുമ്പോൾ, ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിക്കുകയായിരുന്നു. അവിടെ 18 വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇവിടെ 2 കാര്യമാണ് നാം അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എടുത്തു പറയാം. ഒന്ന്, ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിക്കുമായിരുന്നു. നാം ആ കാര്യം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ കാലയളവിൽ ശബത്തിൽ ഒരു പ്രവർത്തനവും പാടില്ല. അങ്ങനെയാണ് ആ യഹൂദ സമുദായം അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. യഹൂദ സമുദായം യഥാർത്ഥത്തിൽ നാം നോക്കുകയാണെങ്കിൽ യഹോവയായ ദൈവം കൊടുത്ത ആ 10 കൽപ്പനയിൽ അനേകമായ അവരുടെ ഉപകൽപ്പനകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലായിരുന്നു അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കൽപ്പനകൾ ലംഘിച്ചാൽ അതിൻ്റേതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ശിക്ഷണങ്ങളൊക്കെ ഉള്ളപ്പോൾ ആ കൽപ്പനയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജനം ആയി മാറിയിരിക്കുന്നു, അല്ലാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് ജനമല്ലായിരുന്നു. അവരിന്ന് പലപ്പോഴും ജീവിച്ചിരിക്കുന്ന കൽപ്പനകളും അതിനെ മാനിക്കുകയും ബഹുമാനിക്കുകയും അതിനുവേണ്ടി ജീവിക്കുന്ന സാഹചര്യമായി മാറിക്കൊണ്ടിരുന്നു. ഇന്ന് പലപ്പോഴും നാം നോക്കുമ്പോൾ ഇന്ന് പല ജീവിത സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് ആത്മീയ രംഗത്ത്, ഇന്ന് സഭകളുടെയും മറ്റ് ശുശ്രൂഷകളുടെ നിയമങ്ങളും നിയമബന്ധനങ്ങളിലായ ഒരു ജീവിതമാണ് നാമും നയിക്കുന്നതെന്ന് നാം മറന്നുപോയിട്ടുണ്ട്. സഭാഘടനകളിൽ പല കാര്യങ്ങൾ പറയുമ്പോൾ അവയൊക്കെ ദൈവനാമ മഹത്വത്തിനായിട്ടാണോ അതോ നമ്മെ ബന്ധിപ്പിച്ച് നിർത്തുന്ന അവസ്ഥയാണോ എന്നൊന്ന് ചിന്തിക്കണം. യഹൂദ സമുദായം യഥാർത്ഥത്തിൽ ആ കാലയളവിൽ ദൈവത്തെ മഹത്വീകരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആ കൽപ്പനകളും ന്യായങ്ങളും നിബന്ധനകളും ഒക്കെ അനുസരിക്കാനുള്ള വേവലാതിയായിരുന്നു അവരുടെ ജീവിതത്തിൽ. അവരുടെ മധ്യത്തിൽ പ്രവാചകനും പൂർവ്വപിതാക്കന്മാരും സാക്ഷീകരിക്കുകയും പറയുകയും ചെയ്ത ദൈവപുത്രൻ മധ്യത്തിൽ കടന്നു വന്നിട്ടും അവനെ സ്വീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യം അപ്രകാരമാണോ എന്നൊന്ന് ചിന്തിക്കണം. ഈ ശബത്ത് മാനിക്കുന്ന ഒരു ജീവിതത്തിലാണോ നാം ജീവിക്കുന്നത്? ശബത്തെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ദൈവം നൽകുന്നത് മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ മറ്റുള്ള പ്രാധാന്യത്തെ കാട്ടി എല്ലാം മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് വേറിട്ട് ചിന്തിക്കുവാനും ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരു സാവകാശമാണ് ഒരുക്കിയത്. ശബത്ത് ഒരിക്കലും മനുഷ്യനെ നിഷ്ക്രിയമാക്കിയ ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാനല്ല, എങ്കിലോ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം ലഭ്യമാകത്തക്കോണം വേറിട്ട ഒരു ദിവസമായിരുന്നു ശബത്ത് എന്ന് പറയുമ്പോൾ. എങ്കിലോ ആ കാലയളവിൽ അവിടെയൊക്കെ അതിന് വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ കൊടുത്ത് ഒരു ജോലിയും ചെയ്യാതെ, അതായത് ഒരു യഹൂദൻ തൻ്റെ ജീവിതത്തിൽ അന്നൊരു പ്രവർത്തനവും ചെയ്യത്തില്ലെങ്കിലോ തൻ്റെ ഭവനത്തിലും തൻ്റെ മറ്റു കാര്യങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ വേലയായി ചെയ്യുന്നവരെ കൊണ്ട് അവർ വേല ചെയ്യിക്കുകയും ചെയ്യുമായിരുന്നു. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവം ഒരു വേർപാടിൻ്റെ കാര്യങ്ങൾ ഒരുക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ ആ സ്നേഹത്തിലും കരുണയിലും കരുതിക്കൊണ്ട് അവരുടെയും അപ്രകാരം നയിക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിലോ അവിടെ അങ്ങനെയല്ലായിരുന്നു ആയിരുന്നത്. നിയമങ്ങളും നിബന്ധനകളും ഉണ്ട്, പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ മാത്രം പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യമായി മാറിയിരുന്നു. രണ്ടാമത് നാം നോക്കുമ്പോൾ 18 വർഷമായി രോഗാത്മാ ബാധിച്ച 18 വർഷം, 1-2 ദിവസമല്ല, 1-2 മാസമല്ല, 1-2 വർഷം, 18 വർഷമായി കൂനിയായ ഒരു സ്ത്രീയല്ല ആരുടെയും ജീവിതം നാം നോക്കുമ്പോൾ അതെത്ര വേദനകരമായ ഒരു അവസ്ഥയാണെന്ന് നാം ചിന്തിക്കണം. ഇന്ന് ലോകത്ത് ഏറ്റവും ഭയപ്പെടുന്ന ഒരു രോഗം എന്ന് പറയുമ്പോൾ ക്യാൻസർ അല്ലെങ്കിൽ അർബുദത്തിൻ്റെ. നാം അത് മനസ്സിലാക്കാതെ പോകുന്നത് ഒരു ഭവനത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ക്യാൻസറോ അപ്രകാരമുള്ള സാഹചര്യം മാരാരോഗം വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മാത്രമല്ല അത് ബാധിക്കുന്നത്, ആ കുടുംബത്തെ മുഴുവൻ ബാധിക്കും. അവരുടെ മാനസിക സംഘർഷങ്ങൾ പലപ്പോഴും പലർക്കും മനസ്സിലാക്കുവാൻ കഴിയാതെയാണ് പോകുന്നത്.
അപ്രകാരം തന്നെയായിരിക്കും ഈ സ്ത്രീയുടെ അവസ്ഥയും. 18 വർഷം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു അംശം മുഴുവൻ വേദനയുടെ താഴ്വരയിലാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവിടെ മറ്റൊരു കാര്യം വന്ന് ഈ 18 വർഷവും ചിലപ്പോൾ ആ മകൾ ആ ദേവാലയത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരിക്കും. ആ ദേവാലയത്തിലാണ് കർത്താവ് ഈ സ്ത്രീയെ കാണുന്നത്. അപ്പോൾ ഇത്രമാത്രം ക്ലേശങ്ങളുടെ മധ്യത്തിലും താൻ ആ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഇത്ര ക്ലേശങ്ങളുടെ മധ്യത്തിൽ ഒരിക്കലും ആ ത്യാഗം സഹിച്ച് നാം ഒരിക്കലും ഒരു ദേവാലയത്തിൽ കടന്നു പോകാൻ പരിശ്രമിക്കുകയില്ല. എന്തിന്? ഇന്ന് നമുക്കൊരു ചെറിയ തലവേദന വന്നാൽ പോലും ഇന്ന് നമുക്ക് പള്ളിയിൽ പോകണ്ട, അല്ലെങ്കിൽ ഇന്ന് ശുശ്രൂഷയിൽ പോകണ്ട, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലയളവിൽ ജീവിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, 18 വർഷമായി കൂനിയായ വേദനകളുടെയും പ്രതിസന്ധികളുടെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും മുൻപിലായിരിക്കും അവരുടെ ജീവിതം ഉണ്ടായിരുന്നത്. എപ്പോഴും ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കൂടെയുള്ള ജനം ചോദിക്കുവാൻ ഇടയാകും, എന്തുകൊണ്ട് ഇത്രയും വർഷം ദേവാലയത്തിൽ കടന്നു വന്നിട്ടും ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ലെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ദൈവം നിങ്ങളെ വിടുവിച്ചില്ലെന്നുള്ള ചിന്തയും കടന്നു വരും. അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, അതായത് നാം ആദ്യം വായിച്ച വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. യേശു അവളെ കണ്ട് അടുക്കിലേക്ക് വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ആ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ സൗഖ്യത്തിനായിട്ട് കടന്നുപോയില്ല. ആ സ്ത്രീ കർത്താവിനോട് ഒരു വാക്കുപോലും സംസാരിച്ചായിട്ട് നാം കാണുന്നില്ല. അവിടെ കർത്താവ് അവളെ കണ്ടതായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, നാം ലോകപ്രകാരം പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കി കാണുകയില്ല. പക്ഷെ ആ വിശ്വസ്തയോടെ നാം ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം എന്നെയും നിങ്ങളെ വിടുവിക്കത്തക്കോണം ദൈവം കാണുവാൻ ഇടയാകും. ഇവിടെ കർത്താവാണ് ആ മകളെ കാണുന്നത്. 18 വർഷമായി വേദനകളുടെയും പ്രതിസന്ധികളുടെയും നിന്ദയും പരിഹാസത്തിൻ്റെയും താഴ്വരയിൽ കടന്നുപോയ ആ സ്ത്രീയെ കാണുവാൻ കർത്താവിന് കഴിയുന്നെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളുമായി പ്രയാസത്തിൻ്റെയും വേദനകളുടെയും താഴ്വരയിൽ നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും താഴ്വരയിൽ കടന്നു പോകുന്നെങ്കിൽ, ആ ദൈവത്തിൽ വിശ്വാസത്തോടെ നിലനിൽക്കുവാൻ കഴിയുമെങ്കിൽ, ആ ദൈവത്തെ തള്ളിപ്പറയാതെ ഇന്നും നാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും അത് അനുഭവമാക്കുവാൻ കഴിയും. അത് അനുഭവമാക്കുവാൻ കഴിയുന്നത് അപ്രകാരം വിശ്വാസത്തിൻ്റെ നിറവിൽ, അതായത് എത്ര പ്രതിസന്ധി ഉണ്ടായാലും എത്ര വേദനയുണ്ടായാലും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കോണം നാം ത്യാഗങ്ങൾ സഹിക്കുമ്പോഴാണ്. ഇവിടെ ആ സ്ത്രീ ദേവാലയത്തിൽ കടന്നു വന്നുകൊണ്ടാണ് കർത്താവിനെ കാണുവാൻ ഇടയായത്. ആ സ്ത്രീ ദേവാലയത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും കർത്താവിന് കാണുവാൻ ഇടയാകത്തില്ല. ശബത്ത് നാളിൽ ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവസന്നിധിയിൽ അല്പസമയം ചെലവഴിക്കുവാൻ, ദൈവസന്നിധിയിൽ അല്പസമയം വേറിട്ടിരിക്കുവാൻ സാവകാശം കണ്ടപ്പോൾ കർത്താവ് ആ സ്ത്രീയെ കാണുക മാത്രമല്ല, അവിടെ പറയുന്നത് യേശു അവളെ കണ്ട അടുക്കിലേക്ക് വിളിച്ചു. ഇന്ന് ആ വിളി നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ലേ? എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി മേഖലകളിൽ, എൻ്റെ വേദനകളുടെ താഴ്വരയിൽ നാം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ശബ്ദമാണ് കർത്താവ് നമ്മെ ഒന്ന് വിളിക്കുവാൻ. കടന്നു വരിക, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വന്ന് വിളിച്ച് നമുക്ക് ആ സൗഖ്യം ലഭ്യമാകത്തക്കവണ്ണം, ഒരു വിടുതൽ ലഭ്യമാകത്തക്കവണ്ണം ദൈവം ഇടയാക്കുവാൻ കഴിയുകയില്ലേ? സ്ത്രീയെ നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. കർത്താവ് അവളോട് വേറെ ഒന്നും ചോദിക്കുന്നില്ല, അവൾ കർത്താവിനോടൊന്നും ചോദിക്കുന്നു. പക്ഷെ ഇവിടെ നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ അവളുടെ മേൽ കൈവച്ചു, അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടെ ഒരു അവിശ്വാസത്തിൻ്റെ കാര്യമില്ല. അവിടെ പറയുന്നത് അവൻ അവളുടെ മേൽ കൈവച്ചു, അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. സൗഖ്യം ലഭ്യമായ നിമിഷം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ വട്ടം ദൈവം നമ്മളെ പ്രയാസങ്ങളുടെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയും താഴ്വരയിൽ വിടുവിച്ച് കാണും. ആ ദൈവത്തിന് അത്രമാത്രം നമുക്ക് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ?
ആ ക്ഷണത്തിൽ തന്നെ ദൈവമേ നിനക്ക് സ്തോത്രം, എന്നെ വിടുവിച്ചതിനായി, നിന്റെ മഹാകരുണയ്ക്കായി നാം സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? അപ്രകാരം നാം കഴിയുന്നവരായിത്തീരണം. ദൈവം നമ്മെ അത്രമാത്രമാണ് സ്നേഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ കാണും, വീഴ്ചകൾ കാണും, പ്രയാസങ്ങൾ കാണും, വേദനകൾ കാണും. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കരസ്പർശം നമ്മെ തൊട്ട് വിടുവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കരസ്പർശമാണെന്ന് മനസ്സിലാക്കുവാൻ നാം ഇടയാകണം. അവിടെയാണ് പലപ്പോഴും എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോകുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മുടെ വേദനകളുടെ താഴ്വരയിൽ നിന്ന് കരം പിടിച്ച് കയറ്റുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും മൂലമാണ് ഇവയൊക്കെ നടന്നെന്ന്. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ കരുണയാണെന്ന് നാം മനസ്സിലാക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്രകാരമുള്ള കാര്യങ്ങൾ കർത്താവ് പ്രവർത്തിച്ചതായി നമുക്ക് കാണാം. 38 വർഷമായ പക്ഷപാതക്കാരനായി കടന്നവൻ്റെ ജീവിതത്തിൽ അവനെ ആ അനേകരുടെ മധ്യത്തിൽ ആ ബെഥസ്ദാ കുളക്കരയിൽ കാണുവാൻ ഇടയായിട്ട് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നാണ്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നാണ്. ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവം അത് തന്നെയാണ് നമ്മളോട് ചോദിക്കുന്നത്. നിന്റെ പ്രതിസന്ധി മേഖലയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ അസ്വസ്ഥതയും അനാരോഗ്യത്തിന് വർഷങ്ങളായി കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എങ്കിൽ ആ ദൈവത്തോട് നമ്മ ഒന്ന് നിലവിളിക്കണം. ആ ദൈവത്തോട് ഇത്രമാത്രം പറയണം, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളിൽ നിന്ന്, ഈ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ആരുമില്ല. എൻ്റെ ജീവിതത്തിൽ നീ കടന്നു വന്നിരിക്കുന്നതിനായ സ്തോത്രം, എന്നോട് മനസ്സലി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ഭർത്തമായ എപ്രകാരമാണ് നിലവിളിച്ചത്. ആ നിലവിളിക്ക് മുമ്പിലാണ് കർത്താവ് നിന്നത്. നമുക്ക് മറ്റൊരു കാര്യമല്ല, കയന്നിനെ വിധവയെ പറ്റി തൻ്റെ ഏക മകൻ്റെ ശവസംസ്കാരത്തിനായിട്ട് കടന്നു പോകുമ്പോൾ പട്ടണവാതിക്കൽ വെച്ച് ആ ശവമഞ്ചത്തെ തൊട്ട് അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ശവമഞ്ചത്തെ തൊടുക എന്ന് പറയുന്നത് നമ്മളെ അശുദ്ധീകരിക്കുന്ന രീതിയാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തനം നാം നോക്കുമ്പോൾ എപ്പോഴും ലോകപ്രകാരമുള്ള ചിന്തകളിലും ലോകപ്രകാരമുള്ള നിയമങ്ങളിലും നിബന്ധനകളിലും ഉള്ള പ്രവർത്തനമല്ലായിരുന്നു. അതിന് വിപരീതമായ പ്രകാരം ആ കാലയളവിൽ ലോകത്തിൽ പലവിധ നിയമങ്ങളും നിബന്ധനകൾക്കും അടിമയായി ജീവിച്ചവരുടെ അടിമത്തത്തെ തകർത്ത് അവരെ വീണ്ടെടുക്കത്തക്കോണം അറ്റുപോയ ദൈവബന്ധത്തിലേക്കും സ്നേഹത്തിലേക്കും അവരെ കോരിയെടുക്കുവാനാണ് കർത്താവ് കടന്നു വന്നത്. എന്നെയും നിങ്ങളെയും ഇന്ന് കർത്താവ് വിളിക്കുന്നതും അതിനു വേണ്ടിയാണ്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, നമ്മെ വിടുവിക്കത്തക്കോണം നമ്മെ ശക്തനാകുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്ന് നാം വിശ്വസിക്കണം. അതിൻ്റെ 13-14 നാം വായിക്കുമ്പോൾ പലപ്പോഴും ഇപ്രകാരമുള്ള പ്രതികരണം നാമും അനുഭവിക്കാറുണ്ട്. യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി കോപിഷ്ഠനായി ജനങ്ങളോട് വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം പ്രാപിച്ചുകൊള്ളുവിൻ. ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. ഇത് ആ പള്ളിപ്രമാണി പറയുവാൻ ഇടയാകുന്നത് അവിടെ ഒരു വ്യക്തിക്ക് സൗഖ്യം ലഭ്യമായതുകൊണ്ടല്ല, തന്നാൽ കഴിയാത്തത് മറ്റൊരു വ്യക്തി ചെയ്തപ്പോൾ അതിനെ സ്വീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഇന്ന് അത് തന്നെയാണ് നമ്മുടെ ചുറ്റും നാം കാണുവാൻ ഇടയാകുന്നത്. നമ്മളായിരിക്കുന്ന സഭകളിലായാലും ശുശ്രൂഷകളിലായാലും മറ്റ് പ്രാർത്ഥനാ കൂട്ടായ്മയിലായാലും ഒരുവനൊരു നന്മ ചെയ്യുമ്പോൾ, മറ്റൊരുത്തൻ്റെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ. അവർക്ക് ചെയ്യുവാൻ കഴിയാതെ പോയത് മറ്റൊരുവൻ ചെയ്താൽ അതിനെ സ്വീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഇതിനെ ഭയപ്പെട്ട് എത്രയോ മക്കൾ, എത്രയോ വ്യക്തികൾ പലപ്പോഴും ആ പരസ്യമായ പല കാര്യങ്ങൾ ചെയ്യുവാൻ മടിക്കുന്ന അവസ്ഥകളുണ്ട്. പരസ്യമായി ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും അവിടെ പ്രവർത്തിക്കുവാൻ കഴിയാതെ പോകുന്ന അവസ്ഥകളുണ്ട്. ജനസമൂഹത്തെ ഭയക്കുന്ന അവസ്ഥ. ഇന്ന് ദൈവം എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആ ഭയത്തെ മാറ്റി ജീവിപ്പാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിലെ ഉറപ്പും ധൈര്യത്തിൻ്റെ ആത്മാവാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആ ഉറപ്പും ധൈര്യത്തിൻ്റെ ആത്മാവിനൊത്തവണ്ണം എനിക്കും നിങ്ങൾക്കും ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? ഒരു പ്രയാസം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മെ തളർത്തുന്ന അവസ്ഥയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി,
വ്യക്തമായി നമ്മൾ ഉറപ്പും ധൈര്യമുള്ള പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വളരുവാൻ കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ഉറപ്പും ധൈര്യം സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആത്മാവാണ്. അവിടെ മറ്റൊരു കാര്യത്തിനെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. എത്ര വലിയ പ്രതിസന്ധി കടന്നു വന്നാലും, എത്ര വലിയ പ്രയാസങ്ങൾ കടന്നു വന്നാലും, പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന വ്യക്തി എന്നും ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ നാം സന്നദ്ധരായിത്തീരും. ഇവിടെ കർത്താവിൻ്റെ പ്രവർത്തനത്തിനെ ആ പള്ളിപ്രമാണികൾ ചോദ്യം ചെയ്യുവാൻ ഇടയാകുന്നത് 18 വർഷമായ ആ പള്ളിയിൽ കടന്നു വന്ന മകൾക്ക് ഒരു വിടുതലും നൽകുവാൻ കഴിയാതെ പോയപ്പോൾ ഈ കർത്താവിൻ്റെ പ്രവർത്തനത്തിനെ സ്വീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഇന്ന് നമ്മുടെ ചുറ്റും ഇപ്രകാരം നാം കാണുന്നില്ലേ? പലപ്പോഴും ഇപ്രകാരം കാണുമ്പോൾ നാമോ അതിനെ ശരിവെക്കുന്ന അവസ്ഥയാണ്. എങ്കിലോ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മൾ പഠിക്കണം. ആ പ്രവർത്തനങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കത്തക്കണം ഇടയാക്കണം. അതിൻ്റെ മുമ്പോട്ട് വായിക്കേണ്ട കർത്താവിൻ്റെ പ്രതികരണമാണ് അവിടെ നാം മനസ്സിലാക്കണം. അതിൻ്റെ 15ഉം 16ഉം വാക്യം വായിക്കുമ്പോൾ കർത്താവ് അവനോട് കപടഭക്തിക്കാരെ നിങ്ങളിൽ ഓരോരുത്തരും ശബത്തിൽ തന്റെ കാളയെയോ അവന്റെ കാളയെയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി കാളയോ തന്റെ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് നാം നമ്മുടെ ജീവിതമൊന്ന് നോക്കുകയാണെങ്കിൽ നാം ഇപ്രകാരം ഒരു ജീവിതമല്ലേ നയിക്കുന്നത്? കപടഭക്തി അല്ലെങ്കിൽ മുഖം മൂടി വെച്ച ഒരു ആത്മീയ ജീവിതം. നാം എല്ലാം പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും നാം പ്രത്യക്ഷത്തിൽ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ, സ്വകാര്യത ജീവിതത്തിൽ നാം എങ്ങനെയാണ്? എൻ്റെ ഭവനത്തിൽ എനിക്ക് വേലയ്ക്കായി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ നാം വേണ്ടിയ രീതിയിൽ കരുതുന്നില്ലെങ്കിൽ, കരുണയോട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, പക്ഷേ ഈ കരുണയും കരുതലും ഒക്കെ നാം ദേവാലയങ്ങളിലും പൊതുസ്ഥലത്തും കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു കപടഭക്തിയുള്ള ആത്മീയ ജീവിതമാണ്. പ്രിയ സഹോദര സഹോദരി, എൻ്റെ കൂട്ടുവിശ്വാസികളെ എനിക്ക് കരുതുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാനൊരു സ്റ്റേജിൽ കയറുന്ന വലിയ ആദര ശുശ്രൂഷയെപ്പറ്റി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ അതൊരു കപടഭക്തിയുടെ ലക്ഷണമാണ്. പ്രിയ സഹോദര സഹോദരി, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വകാര്യതയിൽ ഞാൻ എപ്രകാരമാണെന്ന് ദൈവം ഉറ്റുനോക്കുന്നു. അവിടെയാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എൻ്റെ പരസ്യ ശുശ്രൂഷയും സ്വകാര്യ ജീവിതത്തിലും ഞാൻ ഒരുപോലെ മറ്റുള്ളവരെ കരുതുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക മാത്രമല്ല, ജീവിത സാക്ഷ്യത്തിൽ നിലകൊള്ളുവാൻ ഇടയാക്കും. നാം ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, എവിടെയാണ് ഇന്ന് ഞാൻ അയക്കുന്നത്? ഇവിടെ വ്യക്തമായി കർത്താവ് പറയുന്നത് എന്താ? നിങ്ങളുടെ കാളയോ കഴുതിയോ അവർക്ക് വെള്ളം വേണമെങ്കിൽ അതൊക്കെ ചെയ്യുവാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ 18 വർഷമായി ബന്ധിതമായ ഒരു സ്ത്രീയെ മോചിച്ചപ്പോൾ എന്തിന് നിങ്ങൾക്ക് പ്രയാസം? അവർക്കത് ചെയ്യുവാൻ കഴിഞ്ഞില്ലെന്നുള്ള പ്രയാസമാണ്. അല്ലാതെ കർത്താവ് ചെയ്തതുകൊണ്ടല്ല, അവർക്കത് ചെയ്യുവാൻ കഴിഞ്ഞില്ലെന്നുള്ള പ്രയാസം. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം. ഏറ്റവും അവസാനമായി അതിൻ്റെ 13ന്റെ 17 വാക്യം വായിക്കുമ്പോൾ അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ പ്രതിയോഗികളെല്ലാം എല്ലാവരും ലജ്ജിച്ചു. എന്നാൽ നടക്കുന്ന സകല മഹാപ്രവർത്തികളാലും ജനമൊക്കെയും സന്തോഷിച്ചു. എന്തുകൊണ്ട്? ഇന്ന് നാം ആയിരിക്കുന്ന മേഖലകളിൽ നാം സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാ തീരും. ദൈവത്തെ മഹത്വപ്പെടുത്തുക മാത്രമല്ല, അവിടെ സന്നിധരായിരിക്കുന്ന അനേകർ കർത്താവിനെ കണ്ടെത്തുവാൻ, കർത്താവിനെ രുചിച്ചറിയത്തക്കണം അതിടയാക്കും. അതിനായി നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്? ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കണം, ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കത്തക്കണം. എൻ്റെ ദൈവം എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചെന്ന് പറയത്തക്കണം. ലജ്ജ കൂടാതെ ഉറപ്പും ധൈര്യമുള്ളവരായി നമുക്ക് മുന്നേറുവാൻ കഴിയുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വർഷങ്ങളും മാസങ്ങളും ചിലപ്പോൾ ആഴ്ചകളുമായിരിക്കും ഉത്തരം കിട്ടാതെ ബന്ധനത്തിലാണെങ്കിൽ, ഇന്ന് ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ആ ദൈവത്തോട് നമ്മുടെ ഹൃദയഭാരത്തോടൊന്ന് പ്രാർത്ഥിക്കാം.
ദൈവമൊന്ന് നമ്മെ കാണുവാൻ വേണ്ടി. ആ കർത്താവ് കാണുമ്പോൾ ആ പക്ഷപാതക്കാരന് നൽകിയ സൗഖ്യം പോലെ, ഈ 18 വർഷമായി കൂനിയായി നടന്ന സ്ത്രീക്ക് കിട്ടിയ സൗഖ്യം പോലെ, മരണത്തിലായിരുന്ന ആ വിധവയായ മകനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് ഈ സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയും. പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് അപ്രകാരം ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വരണം. പ്രതിസന്ധികളുടെയും വേദനകളുടെയും താഴ്വരയിൽ ദൈവത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയല്ല, അവിടെയും ദൈവസന്നിധിയിൽ കടന്നു വന്ന് എപ്പോഴും നാം ദൈവസന്നിധിയിൽ യാചിക്കുമ്പോൾ ആ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിടയാകും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ജീവിതത്തിൽ കർത്താവ് പലപ്പോഴും പ്രതിസന്ധികളുടെയും വേദനകളുടെയും താഴ്വരയിൽ കടന്നു പോകുമ്പോൾ കർത്താവെ അങ്ങേ മറന്ന് ജീവിച്ചിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞ അവസ്ഥകളുണ്ട് കർത്താവ്. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് ഞങ്ങളോട് കരുണയുണ്ടായി, മനസ്സല്യമുണ്ടായി, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കർത്താവെ വിടുവിക്കത്തക്കണം അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ച കർത്താവെ, 18 വർഷമായി കൂനിയായി ബന്ധിതമായ സ്ത്രീക്ക് വിടുതൽ നൽകിയ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് ഞങ്ങളെ വിടുവിക്കുക മാത്രമല്ല, അങ്ങയുടെ സൗഖ്യം അനുഭവമാക്കി അനേകരോടത് പറയത്തക്കണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.